അപകടത്തിൽ പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകടനില ഏറെക്കുറെ തരണം ചെയ്തെങ്കിലും ഇവരെ നിലവിൽ ആശുപത്രിയിൽ മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല എന്നാണ് അറിയുന്നത്. പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ഫായിസ്, 10 വയസ്സുകാരൻ ഷഹദീൻ, ഒപ്പം നൌഷാദ് എന്നിവരാണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത്. എസ് രാഗിൻ അതിൻ്റെ വിവരങ്ങൾ കൂടി നമ്മൾ അവിടെ ആദ്യം പങ്കുവയ്ക്കും. രാഗിൻ, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അല്ലേ ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ നമ്മൾ കണ്ടത്. അവിടുത്തെ കുട്ടികൾ, രക്ഷിതാക്കൾ, ആ നാട്ടുകാർ എല്ലാവരും എങ്ങനെ ഇതിനെ മറികടക്കുമെന്നൊരു ആശങ്കയിലാണ്. ഈ ഒരു വേനലവധി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അതിനെയൊക്കെ മറികടക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പക്ഷേ പെട്ടെന്നൊന്നും ഈ വേദന അങ്ങ് വിട്ടുപോവുകയുമില്ല എന്നറിയാം. ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എന്നത്തേക്ക് അവരെ അവരുടെ വീടിനടുത്തേക്കുള്ള ഒരു ആശുപത്രിയിലേക്കെങ്കിലും അല്ലെങ്കിൽ വീട്ടിലേക്കുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഡോക്ടർമാരൊക്കെ നൽകുന്ന ഒരു ശുഭകരമായ സൂചനകൾ. ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് വാൽപ്പാറ അപകടത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ടെമ്പോ ട്രാവലറിൻ്റെ ആ രൂപവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ആ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ സങ്കട കാഴ്ചകളും ഒക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യവും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 3 പേർ, ഗുരുതരമായി പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദ് ഫൈസാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്, ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ ശരീരമാസകലം ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. കൂടാതെ നൌഷാദ് അലി ആ സ്കൂളിലെ വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു. നൌഷാദ് അലിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇടുപ്പിന് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാക്ചറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സഹദീൻ മുഹമ്മദ് 11 വയസ്സുള്ള കുട്ടിയാണ്. സഹദീൻ മുഹമ്മദിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും നിരീക്ഷണം തുടരുകയാണ്. ഇപ്പോൾ 48 മണിക്കൂർ നിരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം നാളെയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ഒരു ചിത്രം നൽകും. കൂടാതെ ഇന്ന് നമ്മൾ ബന്ധുക്കളുമൊക്കെയായി സംസാരിച്ചിരുന്നു. സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം അവർ നോക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ആ ഷിഫ്റ്റിംഗ് അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഗുണകരമാകില്ല, അല്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഷിഫ്റ്റിംഗ് പ്രശ്നമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പലരും മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ കോയമ്പത്തൂർ വന്ന് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ നിൽക്കുകയാണ്. നാട്ടിലേക്ക് കുറെ കൂടി ആ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവുമാകും. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറം DMO നേതൃത്വത്തിലുള്ള നിർദ്ദേശപ്രകാരം ഡോക്ടർമാരുടെ സംഘം അവിടെ എത്തി ആശയവിനിമയങ്ങളും മറ്റുമൊക്കെ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുമൊക്കെയായി നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വാളയാറിലെ പോലീസ് ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ CI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിക്കൊണ്ട് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ആ നിലയിൽ തന്നെ നടക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാങ്ങ് ഗ്രാമം, ആ പ്രദേശം വലിയ തോതിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെയാണ് കേരളവും ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ സങ്കടക്കടലിലായി തന്നെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ശരി രാഗിനി, എന്തായാലും വേഗത്തിൽ പരിക്കേറ്റവർക്ക് അവരുടെ പരിക്കൊക്കെ ഭേദമായി വീടുകളിലേക്ക് മടങ്ങാൻ കഴിയട്ടെ.